എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭൗതിക ജീവിത ചിന്തകളിൽ നിന്ന് വേറിട്ട് ആത്മീയ ജീവിതത്തിലെ രണ്ട് പ്രാധാന്യമേറിയ അനുഭവം ആണ് അനുതാപവും ആനന്ദവും. സഭാപിതാവായ സെന്റ് അഗസ്റ്റിൻ കൺഫെഷൻസ് എന്ന് പറയുന്ന തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: യു ഹാവ് മെയ്ഡ് us for yourself, O Lord, and our heart is restless until it rests in you. നീ തന്നെ ഞങ്ങളെ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു, അതിനാൽ ഞങ്ങളുടെ ഹൃദയം നിന്നിൽ വിശ്രമിക്കുന്നത് വരെ അത് അശാന്തമായി തന്നെ തുടരും. ഇതിലൂടെ യഥാർത്ഥ വിശ്രമവും ആനന്ദവും ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുന്ന അനുതാപത്തിലൂടെ മാത്രമേ ലഭിക്കൂ എന്ന് അദ്ദേഹം സ്പഷ്ടമാക്കുന്നു. ഒന്ന്, അനുതാപം ജീവിതത്തിലെ മാറ്റത്തിന്റെ തുടക്കമാണ്. ദാവീദ് രാജാവിന്റെ പ്രാർത്ഥന: ദൈവമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. സങ്കീർത്തനങ്ങൾ 51:2. അനുതാപം കണ്ണുനീരിൽ മാത്രം അല്ല, ഹൃദയത്തിൻ്റെ പരിവർത്തനം കൂടിയാണ്. 2, അനുതാപം സ്വർഗത്തിലും സന്തോഷം സൃഷ്ടിക്കുന്നു. യേശുതമ്പുരാൻ പറയുകയാണ്: 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15:7. ഒരു മനുഷ്യന്റെ നന്മയിലേക്കുള്ള രൂപാന്തരം സ്വർഗത്തിലെ ദൂതന്മാരെ പോലും ആനന്ദിപ്പിക്കുന്നു. 3, ആത്മീയ ആനന്ദം ലൗകിക സന്തോഷത്തെക്കാൾ മഹത്തരമാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:22. ആത്മാവിന്റെ ഫലമോ സ്നേഹവും സന്തോഷവും സമാധാനവും. ലൗകിക സന്തോഷം സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, അതെപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം. എന്നാൽ ആത്മീയ ആനന്ദം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ളതാണ്. അത് സ്ഥിരവും ആഴവും എന്നേക്കും നിലനിൽക്കുന്നതുമാണ്. സെന്റ് ബേസിൽ ദി ഗ്രേറ്റ് ഇപ്രകാരം പറയുന്നു: ട്രൂ ജോയ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ വെൽത്ത് ഓർ പ്ലഷേഴ്സ്, but in a pure conscience and in union with God. യഥാർത്ഥ ആനന്ദം സമ്പത്തിലും സുഖങ്ങളിലും അല്ല, ശുദ്ധമായ മനസാക്ഷിയിലും ദൈവത്തിലും ആണ്. 4, ക്രിസ്തുവിൻ്റെ ആനന്ദം വിശ്വാസിയുടെ ഹൃദയം നിറയ്ക്കും. കർത്താവ് പറയുന്നു: എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:11. അനുതാപത്തോടെ ക്രിസ്തുവിനോട് ചേരുമ്പോൾ ലോകത്തിന് എടുത്തു കളയുവാൻ പറ്റാത്ത പൂർണ്ണമായ ആനന്ദം നമ്മുടെ ഉള്ളിൽ വരും. പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ആശീർവദിച്ചു പറയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 15:13. പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.